വയസ്സുകാരൻ ബലാത്സംഗം നടന്നതായും പ്രതി വിക്ടിം ആയാലും അക്യൂസ് ആയാലും രണ്ടുപേരും കുട്ടികളാണ്. അപ്പോൾ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്? എവിടെയാണ് പിഴവ് പറ്റിയത്? ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ കുട്ടികൾ ശരിക്കും സുരക്ഷിതരാണ്? കുട്ടികൾക്ക് അവരുടെ ബോഡി ബൗണ്ടറീസ് പഠിപ്പിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമായ ഒരു കാര്യമാണ്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, കാര്യം എന്താണ് ഇതിന്റെ എൻഡ് റിസൾട്ട്, ഹൂ ഈസ് ഗോയിങ് ടു സഫർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കേരളത്തിലായാലും ഇന്ത്യയിൽ തന്നെ ദിനംപ്രതി എന്തുമാത്രം പോസ്കോ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നിയന്ത്രണം, അവരുടെ സ്ക്രീൻ ടൈമിംഗ്, അവരെ എന്ത് ചെയ്യുന്നു, അവരെ ഏതൊക്കെ വെബ്സൈറ്റ്സ് ആണ് കയറി നോക്കുന്നത് എന്നുള്ള കണ്ടിന്യൂസ് മോണിറ്ററിംഗ് പേരൻസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. നമുക്കറിയാം, കോവിഡിന് ശേഷം കുട്ടികൾ കൂടുതലും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ ക്ലാസ്സസ് അല്ലെങ്കിൽ അവരുടെ ക്ലാസ് വർക്ക്, നോട്ട്സ്, ഗ്രൂപ്പ്, ഇതെല്ലാം മൊബൈൽ ഫോണിലാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പേരൻസിനോടും ടീച്ചേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ഇത് പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങളല്ല. കുട്ടികളെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ബോയ് ആയാലും ഗേൾ ആയാലും അവര് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഐസൊലേറ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ പേരൻസിനോടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുക, അവര് കൂടുതൽ എപ്പോഴും അഗ്രസീവ് ആവുക, എപ്പോഴും നിങ്ങൾക്ക് ദേഷ്യം പ്രകടിപ്പിക്കുക, പഠനത്തിൽ എസ്പെഷ്യലി മാർക്സ് പിന്നോക്കം വരിക, ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഒരു ടീനേജ് പ്രോബ്ലമായി മാത്രം നിങ്ങൾ വെക്കരുത്. പലപ്പോഴും ഇങ്ങനെയുള്ള മറ്റു കാര്യത്തിൽ അവരുടെ കോൺസെൻട്രേഷൻ തിരിയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കുട്ടികൾ തെറ്റായ രീതിയിൽ, അത് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും തെറ്റായ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ മുതിർന്നവർ തിരുത്തി കൊടുക്കേണ്ടതും വളരെയേറെ അത്യാവശ്യമായ കാര്യമാണ്. ഈ ഒരു അവയർനെസ് വീഡിയോ മറ്റെല്ലാ പേരൻസിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. എനിക്കിതൊരു ക്രൈം ത്രില്ലറോ അല്ലെങ്കിൽ ഒരു കേസോ അല്ല, ഇതൊരു പബ്ലിക് ഹെൽത്ത് എമർജൻസിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ ശരീരം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. ആസ് യൂഷ്വൽ പറയുന്ന പോലെ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.